ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന വി എസിന് ഒരു ജനപ്രിയ മുഖം കൈവരുന്നത്. പക്ഷേ അതിനു മുൻപൊരു വി എസ് ഉണ്ടായിരുന്നു, പാർട്ടി സംഘാടകനായ വി എസ്. ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ വി എസിൻ്റെ കനൽ താണ്ടിയ വഴികളായിരുന്നു അതെല്ലാം. വി എസ് നേരിട്ട അഗ്നിപരീക്ഷണങ്ങളോളം കേരളത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇക്കാലത്ത് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് കൂടിയ മർദ്ദനങ്ങളുടെയോ ജയിൽ പീഡനങ്ങളുടെയോ മാത്രം കഥയല്ല. പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും വി എസ് നേരിട്ട വെല്ലുവിളികൾ ചെറുതായിരുന്നില്ല. ആ വെല്ലുവിളികളെ മറികടക്കാനുള്ള രാഷ്ട്രീയ നിശ്ചയദാർഢ്യം വി എസിൻ്റെ ശരിയായിരുന്നു, രാഷ്ട്രീയ ബോധ്യമായിരുന്നു. വി എസിനെ പി കൃഷ്ണപിള്ള കൈപിടിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രായം 17. കുഞ്ചുപിള്ള എന്ന സ്വാതന്ത്ര്യ സമര സേനാനി വി എസിനെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഭാഗമാക്കി ഒരു വലിയ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലേക്കും കൊണ്ടുവരുമ്പോൾ പ്രായം 15. അവിടെ നിന്ന് കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ പ്രായം 18. 20-ാമത്തെ വയസ്സിൽ കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ച് തിരുവിതാംകൂർ സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പ്രായം 22. അവിടെ നിന്ന് അങ്ങോട്ട് പാർട്ടിയുടെ സാരഥ്യവും സംഘടനാ രാഷ്ട്രീയവും ഏറ്റെടുത്ത് വി എസ് മുന്നോട്ട് പോയി. വി എസ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യ മുഖ്യമന്ത്രിയാകുന്നത് 82-ാമത്തെ വയസ്സിൽ, മതികെട്ടാനിൽ നടന്നു പോകുന്നത് 79-ാമത്തെ വയസ്സിൽ, ശബരിമലയിലേക്ക് നടന്നു കയറുന്നത് 80 പിന്നിട്ടതിനു ശേഷം, പൂയംകുട്ടിയിലേക്കും നടന്നു പോകുന്നത് 80-ാമത്തെ വയസ്സിൽ. അങ്ങനെ വി എസ് നടന്നു ചെല്ലാത്ത, കയറി ചെല്ലാത്ത മലകളില്ല, വി എസ് കടന്നു ചെല്ലാത്ത ജനഹൃദയങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള മനുഷ്യർക്ക് അവരവരുടെ രാഷ്ട്രീയത്തെ, അവരവരുടെ അവസ്ഥകളെ കൃത്യമായി വി എസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. വി എസ് ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളയാളായിരുന്നില്ല. പക്ഷേ വി എസിൻ്റെ രാഷ്ട്രീയത്തിൽ ഓപ്പൺ സോഫ്റ്റ്വെയറിൻ്റെ രാഷ്ട്രീയമുണ്ട്. വി എസ് ഒരു പരിസ്ഥിതി രാഷ്ട്രീയം ഗഹനമായി പഠിച്ച ഒരു പരിസ്ഥിതി ശാസ്ത്ര വിദ്യാർത്ഥി ആയിരുന്നില്ല. പക്ഷേ വി എസിന് പരിസ്ഥിതിയിന്മേൽ ഏൽപ്പിക്കുന്ന മുതലാളിത്തത്തിൻ്റെ കരാളഹസ്തങ്ങൾ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം എന്തെന്ന് തിരിച്ചറിയാനുള്ള ഉൾക്കരുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് വേണ്ടി നിലയുറപ്പിച്ച, പരിസ്ഥിതിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്ന, ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി നിന്ന, ലിംഗസമത്വത്തിന് വേണ്ടി നിന്ന, ലിംഗനീതിക്ക് വേണ്ടി നിന്ന, ഓരോ പീഡകനെയും കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്ന് പറയാൻ ഉശിരു കാട്ടിയ ഒരു നേതാവിൻ്റെ പേരാണ് വി എസ്. അതുകൊണ്ടാണ് വി എസ് എന്നാൽ വിശ്വാസവും, വി എസ് എന്നാൽ രാഷ്ട്രീയ നീതിയും, വി എസ് എന്നാൽ രാഷ്ട്രീയ ശരിയുമായി കേരളം കണ്ടത്. ആ വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അഴിമതിയുടെ കറപുരണ്ട ഒരാരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷം ധൈര്യപ്പെട്ടില്ല. എന്നാൽ കെടാത്ത തീയും ചാവാത്ത പുഴുകമുള്ള നരകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ നിരന്തരം വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തു തന്നെയായിരുന്നു. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് കാണാം. കൂടംകുളത്ത് ഒരു ന്യൂക്ലിയർ പദ്ധതി വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക മാനുഷിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വി എസിനെ നിങ്ങൾക്ക് കാണാം. പ്ലാച്ചിമടയിലേക്ക് പോയി അവിടെ കോർപ്പറേറ്റുകൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വി എസിനെ നിങ്ങൾക്ക് കാണാം. എൻഡോസൾഫാൻ മേഖലയിൽ പോയി ദുരന്തബാധിതരെ നേരിട്ട് കാണുന്ന എൽമഗജെ പഞ്ചായത്തിലേക്ക് പോയി അവരുമായി സംവദിക്കുന്ന വി എസിനെ നിങ്ങൾക്ക് കാണാം. അശരണര പെൺപിള്ളയുരുമായി സമരം നടക്കുമ്പോൾ ആ സമരവേദിയിലേക്ക് വന്നു കയറുന്ന വി എസിനെ നിങ്ങൾക്ക് കാണാം. സമരങ്ങളുടെ എല്ലാം മുൻനിരയിലുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ സമരത്തിൻ്റെ ശ്വാസമാണ് നിലച്ചു പോകുന്നത്. വി എസ് ഉണ്ടെങ്കിൽ ഒരു പരിഹാരമുണ്ട് എന്ന് ഒരു കാലത്ത് മനുഷ്യർ ചിന്തിക്കുമായിരുന്നു. വി എസ് ഉണ്ടല്ലോ, നമുക്ക് സമാധാനമായി ഉറങ്ങാം എന്ന് കരുതുമായിരുന്നു. ഞങ്ങളെ കരുതുന്ന ഒരു കാവലാളുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. വി എസ് ഭരിക്കുമ്പോഴും വി എസ് പ്രതിപക്ഷത്താകുമ്പോഴും നമുക്കെന്തോ അങ്ങനൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലാണ് ഇന്നിപ്പോൾ അപ്രത്യക്ഷമാകുന്നത്. വി എസിനെ രാഷ്ട്രീയ കേരളം ഓർമ്മിച്ചെടുക്കുന്നത് പല തലങ്ങളിലാണ്, പല രീതികളിലാണ്. വി എസിന് മാത്രം അവകാശപ്പെട്ട ഒരു രാഷ്ട്രീയ ചരിത്രവും രാഷ്ട്രീയ ജീവിതവും നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. നമുക്കൊപ്പം റോഷിപാലുണ്ട്. ദർബാർ ഹാളിൽ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അവിടെയും ഇപ്പോൾ ക്രമീകരണങ്ങൾ നടക്കുന്നു. പുഷ്പാലങ്കൃതമായി മാറിയിരിക്കുന്നു ദർബാർ ഹാൾ. റോഷി, ഭരണ നേതാവായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന വി എസിനെയാണ് നമ്മൾ കാണുന്നത്. ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഉള്ളിൽ പ്രതിപക്ഷമായ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ കാലം സംഘടന രാഷ്ട്രീയ തത്തുല്യമായ കാലം പാർലമെന്ററി രംഗത്തും ശോഭിച്ച നേതാവാണ്. ആദ്യം അമ്പലപ്പുഴയിൽ തോറ്റ്, പിന്നെ അമ്പലപ്പുഴയിൽ ജയിച്ച്, പിന്നീട് മാരാരിക്കുളത്ത് തോറ്റ്, മാരാരിക്കുളത്ത് ജയിച്ച്, മലമ്പുഴയിൽ തോൽക്കാതെ ജയിച്ചുകൊണ്ടേയിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പാർലമെന്ററി ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച അതേ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞോ വി എസിനെ യാത്രയയക്കാൻ? ഋഷി, അരുൺകുമാർ, ഏറ്റവും സുപ്രധാനമായ തീരുമാനമെടുത്ത കാലഘട്ടം ഒരുപക്ഷെ വി എസ് മുഖ്യമന്ത്രിയായിരുന്ന സമയം. അങ്ങനെയുള്ള ഒരിടമാണ് ഈ സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് അല്പസമയത്തിനകം
VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം എത്തിക്കും. ഇവിടെ വളരെ നേരത്തെ തന്നെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. പോലീസുകാരുണ്ട്. ആളുകൾ VSനെ കാണാനായി എത്തുന്ന ആളുകളെ കൃത്യമായി അകത്തേക്ക് കയറ്റിവിടാനും പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ അതീവ സുരക്ഷയുള്ള മേഖലയായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബാരിക്കേഡ് തീർത്ത് വഴി, ഇത് സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് വഴി ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് നേരെ അകത്തേക്ക് പോയി ദർബാർ ഹാളിൽ ഭൗതികദേഹം കണ്ട് അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചതിന് ശേഷം നേരെ പുറത്തേക്ക്, സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിവരെ VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ തന്നെ വെക്കും. അതിനുശേഷമാണ് നേരെ ആലപ്പുഴയിലേക്ക് പോവുക. ഈ കാണുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ ഇവിടെ ഏറ്റവും പ്രധാനമായ ഇടത്തൊക്കെ VSന്റെ ഛായാചിത്രങ്ങൾ നേരത്തെ തന്നെ സർക്കാർ അത് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ അത് ആശയവിനിമയം നടത്തുകയാണ്. അവസാന ഘട്ടമാണ്. ഇനി ഏറെ നേരമില്ല VSന്റെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ. കൃത്യം 9 മണിക്ക് ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ നടത്തുകയും ഇന്നലെ രാത്രി 11:30 AKG സെന്ററിൽ നിന്നും ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അതുപോലെ സമയക്രമം പാലിക്കാനുള്ള പരമാവധി ശ്രമം ഉണ്ട് സർക്കാരിന്റെയും പാർട്ടിയുടെ ഭാഗത്ത്. ഇവിടെയും നേതാക്കൾക്ക് ഇരിക്കാനുള്ള പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്, ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്ക് ഇരിക്കാൻ, മറ്റു പാർട്ടി നേതാക്കൾക്ക് ഇരിക്കാൻ. ഇതാണ് VS അച്യുതാനന്ദനെ ഈ ഇടത്താണ്. അവിടെ നമുക്ക് കാണാം VSനെ കിടത്താനുള്ള, VSന്റെ ഭൗതികദേഹം വെക്കാനുള്ള ഒരു സജ്ജീകരണം. പുഷ്പങ്ങൾ ഉണ്ട്, പുഷ്പാലങ്കൃതമായ ഒരു. പക്ഷേ നിലവിലെല്ലാ കണക്കുകൂട്ടലും തെറ്റാനുള്ള